കോട്ടയം കൈപ്പുഴമുട്ടിൽ കാർ പുഴയിലേക്ക് മറിഞ്ഞ് 2 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. മഹാരാഷ്ട്ര സ്വദേശികൾക്കാണ് ജീവൻ നഷ്ടമായത്. കുമരകം ഭാഗത്തുനിന്ന് വന്ന കാർ നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് വീഴുകയായിരുന്നു. PR പ്രവീണയുണ്ട് സ്ഥലത്തുനിന്ന് വിവരങ്ങളുമായി. പ്രവീണ, 2 പേരുടെ മരണം സ്ഥിരീകരിച്ചു. എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? വിനീത, ഈ കൈപ്പുഴമുട്ടിൽ നിന്ന് കുമരകം പോകുന്ന റോഡ്, അവിടേക്ക് 2 വഴികളാണുള്ളത്. അതിൽ തൊട്ടപ്പുറത്തുള്ള വഴിയിൽ കൂടി വഴിതെറ്റി വന്നാണ് ഈ തോട്ടിലേക്ക് വീണത്. ഈ വാഹനമാണ് KL 07 CK 1239 എന്നുള്ള വാഹനമാണ്. ഇതിന്റെ പുറകുവശം പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പൂർണ്ണമായും ലോക്ക് ചെയ്ത അവസ്ഥയിലായിരുന്നു. ഏതാണ്ട് അരമണിക്കൂറിലധികം സമയം വെള്ളത്തിൽ മുങ്ങിക്കിടന്ന അവസ്ഥയിലായിരുന്നു. നാട്ടുകാരാണോ? ചേട്ടൻ കണ്ടായിരുന്നു സംഭവം? എന്താന്ന് കണ്ടിരുന്നു? ഞാൻ കണ്ടത് വെച്ചാൽ ഈ ഡ്രൈവർ സീറ്റിൽ ആളില്ല. അവർ 2 പേരും ഇതിന്റെ പുറകിലുണ്ടായിരുന്നു. അവർ 2 പേരെ കിട്ടുള്ളൂ. അവരുടെ പുറകു സീറ്റ് ഇത് ഇല്ലില്ലേ, അത് പൊട്ടിയിരിക്കുകയായിരുന്നു. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? സമയം അറിയത്തില്ല. സംഭവം ഉണ്ടായെന്ന് പറയാം, സമയം നമ്മൾ നോക്കാൻ പറ്റിയില്ല. ഏട്ടയാണ് ഞങ്ങൾ കടയിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം അവിടെ വന്നു. സമയം നമുക്ക് കൃത്യം ഞാൻ ഓർക്കുന്നില്ല. ഓടി വന്നപ്പോഴത്തേക്കും വണ്ടി ഇങ്ങനെ പോയെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്നേരം പോലെ 1.5-2 മണിക്കൂറോളം നമുക്ക് കിട്ടാൻ പറ്റിയില്ല. എടുത്തപ്പോൾ തന്നെ ഇരുവരുടെയും ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലായി വരും. പിന്നെ ഏറെക്കുറെ ഒരു നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഡോക്ടർമാരല്ലേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് പറയാൻ പറ്റും അവൻ മരിച്ചു പോയെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ പിന്നെ ഫയർഫോഴ്സിനെ നമ്മുടെ സഹോദരങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ് അവർ വന്ന്. ഇത് ഭയങ്കര താഴ്ചയാണ് ഈ സ്ഥലം. അത് സാധാരണക്കാരന് മുങ്ങി അവിടെ ചെന്നിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത കാരണം അതുപോലെ ഞങ്ങൾ. ഇവിടെ അങ്ങനെ അപകടം നടന്നിട്ടുണ്ടോ മുമ്പ്? ഒരു അല്ല, പണ്ടൊരു മരണം ഉണ്ടായിട്ട് ഞങ്ങൾ സഹോദരങ്ങളൊക്കെ കൂടി തപ്പി എടുത്തിട്ടുണ്ട്. അത് വർഷങ്ങൾ കൂടി. വഴിതെറ്റി വന്ന വാഹനങ്ങളൊന്നും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഒരുപക്ഷെ വഴി അറിയാതെ എത്തിയതാകാനാണ് സാധ്യത. മന്ത്രി തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഇന്റർനെറ്റ് നോക്കി വന്ന് ഗൂഗിൾ മാപ്പ് വഴി നോക്കി വന്ന ശേഷം സംഭവിച്ചതാകാം. ഇവിടെ രക്ഷാപ്രവർത്തകരടക്കം, നാട്ടുകാരടക്കം, അതുപോലെ തന്നെ ഫയർഫോഴ്സ് അടക്കമുള്ളവർ എത്തി, പോലീസ് അടക്കമുള്ളവർ എത്തിയാണ് ഈ വാഹനം കരയ്ക്ക് കയറ്റിയത്. വാഹനം കരയ്ക്ക് കയറ്റാൻ ഏതാണ്ട് 3/4 മണിക്കൂറുകളുടെ സമയമെടുത്തു. കാരണം അത് കണ്ടെത്തി, പറഞ്ഞ പോലെ ആഴമുള്ളൊരു സ്ഥലമായിരുന്നു. അവിടെ നിന്ന് കണ്ടെത്തി പുറത്തേക്ക് എടുക്കുമ്പോഴേക്കും തന്നെ ഇവരുടെ ജീവൻ നഷ്ടമായിരുന്നു എന്ന് വേണം കരുതാൻ. കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷമാണ് ഇത് സ്ഥിരീകരിച്ചത്, മരണം സ്ഥിരീകരിച്ചത്. മഹാരാഷ്ട്ര സ്വദേശികളാണ്, ഭാര്യയും ഭർത്താവുമാണ്. അത് സ്ഥിരീകരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഫയർഫോഴ്സ് ഉൾപ്പെടെ ഈ കാറിന്റെ ഗ്ലാസ് പൊട്ടിച്ചാണ് പുറത്തെടുത്തതെന്ന് പറയുന്നു. അപ്പോൾ 2 പേർ മാത്രമാണ് അകത്തുണ്ടായിരുന്നത് എന്ന് സ്ഥിരീകരിക്കാമോ? അതായത് നിലവിൽ 2 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ വഴിയാണ് വാഹനം വഴിതെറ്റി വന്നത്. റോഡിൽ നിന്നും പാലത്തിൽ കയറുന്നതിന് പകരം, അതായത് ഇതാണ് പാലം, ഈ പാലത്തിൽ കയറുന്നതിന് പകരം ആ വാഹനം ഇതുവഴി നേരെ വന്ന് ഈ തോട്ടിലേക്ക് വീഴുകയായിരുന്നു. ആഴമുള്ള ഭാഗത്തേക്കാണ് പതിച്ചത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനവും അത്ര തന്നെ ശ്രമകരമായിരുന്നു. സർ, നിലവിൽ ഇവരുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ലഭിച്ചിട്ടുണ്ടോ? സർ, ഇവരുടെ എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഈ 2 പേരുടെയും വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഓക്കെ, ഈ റോഡിലാണ് അപകടം സംഭവിച്ചത്. എന്തായാലും നമുക്ക് പോലീസിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. സർ, എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇവരുടെ ഡീറ്റെയിൽസ് എടുക്കുന്നേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല, എടുക്കുന്നേ ഉള്ളൂ. 2 പേര് മാത്രമേ വാഹനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ ഉറപ്പിച്ചു? ഏകദേശം കൺഫേം ആണ്. കാരണം ഫയർഫോഴ്സ് വണ്ടിയുടെ ഗ്ലാസ് ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ 2 പേരെ പുറത്തെടുത്തത്. അപ്പോൾ അതിന് മുമ്പ് പുറത്തേക്ക് ആരും പോകാനുള്ള സാധ്യത ഇല്ലെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. ഇവിടുന്ന് എടുക്കുമ്പോഴേ ജീവൻ നഷ്ടമായിരുന്നു, അത് ഹോസ്പിറ്റലിൽ എത്തിച്ച ശേഷം അവിടെ എത്തിയതിനു ശേഷമാണ് സ്ഥിരീകരിച്ചത്. പക്ഷെ മരിച്ചിട്ടുണ്ടാവണം, കാരണം ഓൾമോസ്റ്റ് ഒരു 3/4 മണിക്കൂർ സമയം. അദ്ദേഹത്തിന്റെ പേര്, മരിച്ച പുരുഷന്റെ പേര്, അങ്ങനെ എന്തെങ്കിലും ഉള്ളൂ, അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവരുടെ ബന്ധുക്കളെ ബന്ധപ്പെടാനുള്ള നമ്പർ കിട്ടിയിട്ടുണ്ട്? അന്വേഷണം നടക്കും.
അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും മഹാരാഷ്ട്ര സ്വദേശികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഭാര്യയും ഭർത്താവുമായിരിക്കാനാണ് സാധ്യത എന്നും പറയുന്നുണ്ട്. എന്തെങ്കിലും കാര്യത്തിനാണോ കോട്ടയത്ത് എത്തിയത്, മറ്റെന്തെങ്കിലും ഇവിടെ ബന്ധുക്കളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഗാന്ധിനഗർ പോലീസാണ് ഇതിന്റെ അന്വേഷണം നടക്കുന്നത്. എന്തായാലും ഇരുവരുടെയും മൃതദേഹം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. ഈ വഴി വന്ന വാഹനം, ഒന്നുകൂടി പറയുന്നു, ഈ വഴി വന്ന വാഹനം കൈപ്പുഴ മുട്ടിൽ നിന്നും കുമരകം പോകുന്ന റോഡ്, ആ റോഡിൽ ഈ പാലത്തിൽ കയറുന്നതിന് പകരം വഴിതെറ്റി ഈ റോഡ് വന്നാണ് നേരെ ഈ ആഴമുള്ള തോട്ടിലേക്ക് വീഴുന്നത്. ഈ ഭാഗത്ത് ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം തുടങ്ങി വെച്ചത്. അതിനുശേഷം പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തി എറണാകുളത്ത് എത്തിയ ശേഷം ഇവിടെ നിന്ന് റെന്റ് കാർ എടുത്ത് പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? ഇത് ഇപ്പോൾ അവർ ഓടിച്ചിരുന്ന വാഹനം അത് KL7 രജിസ്ട്രേഷനിലുള്ളതാണ്. അത് കൊച്ചിയിൽ നിന്നുള്ളതാണ്. ഒരു പക്ഷേ റെന്റ് കാർ ആയിരിക്കാം എന്നുള്ളതാണ് പോലീസും പറയുന്നത്. പോലീസ് ഇപ്പോൾ അറിയിച്ചതുപോലെ, നമ്മളിപ്പോൾ കേട്ടതുപോലെ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. ഇവർ എന്തിനാണ് ഇവിടെ എത്തിയത് തുടങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷമാണ് ഇവിടേക്ക് വന്നത് എന്തിനാണെന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ടുകൂടിയാണ് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നത്. രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയ ആളുകളാണ്. ഈ ഭാഗത്ത് നല്ല ആഴമുള്ളതാണോ? കരയിലേക്ക് കയറ്റാൻ അരമണിക്കൂർ എടുത്ത സംഗതിയെല്ലാം നടന്നത്. ഫയർഫോഴ്സും പോലീസുകാരെല്ലാവരും കൂടി നാട്ടുകാരെല്ലാം സഹകരിച്ചാണ് വലിച്ചു കയറ്റി എടുക്കുമായിരുന്നു. നേരെ തന്നെ രണ്ടുപേരും മരിച്ചുപോയി. ഈ പറഞ്ഞ പോലെ ആഴമുള്ള ഭാഗത്താണ് വീഴുന്നത്. അപ്പോൾ സ്വാഭാവികമായും രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗവും അവർക്ക് മുന്നിൽ അടഞ്ഞിരുന്നു. ഈ വാഹനം ഇതാണ് KL07K 1239 എന്നുള്ള വാഹനത്തിലാണ്, ഈ ഗോൾഡൻ കളർ വാഹനത്തിലാണ് അവർ വന്നത്. ഇതിന്റെ 4 സൈഡും ഡോറും ഗ്ലാസും ഒക്കെ ലോക്കായ അവസ്ഥയിലായിരുന്നു. നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ ഈ പുറകുവശത്തെ ഗ്ലാസ് പൊട്ടിച്ചാണ് ഇരുവരെയും പുറത്തെടുത്തത്. കാറിനകത്ത് ചെളിയും മറ്റും കയറിയ നിലയുമായിരുന്നു. നമുക്ക് അതിനകത്തൊക്കെ നനവുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായി വെള്ളമൊക്കെ കയറിയ നനവും ഒക്കെ കാണാം നമുക്ക്. ഇവരെ പുറത്തെടുത്ത ശേഷം അപ്പോഴേക്കും അബോധാവസ്ഥയിലായിരുന്നു ഇരുവരെയും. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ശരി, PR പ്രവീണയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സംഭവ സ്ഥലത്തു നിന്നും, അപകടമുണ്ടായ സ്ഥലത്തു നിന്നും പാലത്തിലേക്ക് കയറുന്നതിന് പകരം കാർ പുഴയിലേക്ക് വീഴുകയായിരുന്നു. അങ്ങനെ രണ്ടുപേരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. മഹാരാഷ്ട്ര സ്വദേശികളാണ്.